ഹായ്, നമസ്കാരം. ഇന്നലെ ട്രിവാൻഡ്രം കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിൽ പോയിട്ട് എനിക്ക് കാരക്കാമണ്ഡപം വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോ അവിടെ നോക്കിയപ്പോൾ വെള്ളയാനി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു ബസ് അവിടെ കിടപ്പുണ്ട്. അപ്പൊ ആ ബസ്സിൽ കയറിയിട്ട് കാരക്കാമണ്ഡപം ഇറങ്ങാമെന്നുള്ള ഒരു പ്ലാനില് ഞാൻ ആ ബസ്സിൽ കയറി. അപ്പോ ആ സീറ്റിൽ ഓൾമോസ്റ്റ് എല്ലാം ഫില്ലാണ്. എല്ലാ ആൾക്കാരും ഒരുപാട് ഫില്ലാണ്. 4 സീറ്റുകൾ മാത്രം കാലി കിടപ്പുണ്ട്. 4 സീറ്റുകൾ എന്ന് വെച്ചാൽ 4 സീറ്റുകളിൽ 4 സ്ത്രീകൾ ഇരിപ്പുണ്ട്. അവരുടെ അടുത്തുള്ള ഓരോ സീറ്റുകളും കാലിയായി കിടപ്പുണ്ട്. അപ്പൊ ഞാൻ കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവര് ഒരു മിഡിൽ ഏജ്ഡ് ആണ്, രണ്ടുപേരും കയറി. കയറിയപാടെ ആ ഹസ്ബൻഡ് അതിലിരിക്കുന്ന ഒരു സ്ത്രീയോട് ചോദിച്ചു, ചേച്ചി ആരെങ്കിലും ഒരാൾ ഒരു സീറ്റ് ഒന്ന് മാറി ഒരു ലേഡി എടുത്തിരിക്കാവോ, ഞാനും വൈഫും കൂടിയിട്ട് ഒരു സീറ്റ് ഇരിക്കും. അപ്പോ ആ ലേഡി എന്ന് വെച്ചാൽ ബസ്സിനകത്തിരുന്നിട്ട് ഇങ്ങനെ കപ്പലണ്ടി കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇയാളുടെ മുഖത്തേക്ക് പോലും നോക്കാതെ അവരുടെ ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ടൊരു സംസാരം ഉണ്ടായിരുന്നു. വീട്ടിൽ നിങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് പോലെ പുറത്തു വന്നാലും നിങ്ങൾക്കൊക്കെ ഒരുമിച്ചിരിക്കണം, ഒറ്റയ്ക്കൊറ്റയ്ക്ക് വേറെ വേറെ സീറ്റുകളിൽ മാറിയിരിക്കും എന്ന് പറഞ്ഞു. അയാൾ ഒരിക്കലും ഒരുമിച്ചിരിക്കണം എന്നുള്ള ഒരു ധാരണയിലല്ല അയാൾ അവിടെ പറഞ്ഞത്. ഹസ്ബൻഡ് വൈഫ് ആവുമ്പോൾ അടുത്തടുത്ത് ഒരു സീറ്റിൽ ഇരിക്കാം എന്നുള്ളത് കൊണ്ടായിരുന്നു അയാൾ പറഞ്ഞത്. പക്ഷെ ഈ ലേഡിയുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ഈ ഹസ്ബൻഡിനെക്കാളും ഭയങ്കരമായിട്ട് അങ്ങ് കൊണ്ടത് ആ വൈഫിനാണ്. അപ്പൊ ആ വൈഫ് ആളോട് പറഞ്ഞു, ഞാൻ ഏതിലെങ്കിലും ഇരിക്കാൻ ചേട്ടാ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ലേഡി ഒരു സീറ്റിൽ ഇരുന്ന പാടെ ഈ കപ്പലണ്ടി കുറച്ചുകൊണ്ടിരുന്ന ലേഡി ഈ പുരുഷനോട് പറയുകയാണ്, അതെ മര്യാദയ്ക്ക് ഇരിക്കണമെങ്കിൽ എന്റെ അടുത്ത് വന്നിരുന്നോ, കൈയും കാലൊക്കെ വെച്ചിട്ട് മര്യാദയ്ക്ക് ഇരിക്കണം. ഈ നേരത്തെ പറഞ്ഞതിനെക്കാട്ടിലും ഭയങ്കര ഒരു റൂഡായിട്ടുള്ള ഒരു സംസാരമായിട്ട് എനിക്ക് തോന്നി. അപ്പൊ തന്നെ അയാൾ പറഞ്ഞു, ആഹാ ഇരിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ഒരു സംസാരം എങ്ങനെയാണ്, അപ്പൊ ഇരുന്നാ പിന്നെ എന്തായിരിക്കും. ഇതിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഈ കപ്പലണ്ടി കുറിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീ അവരുടെ സീറ്റില് ഭൂരിഭാഗം പോർഷനും അവർ ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത്. വേറെ ആര് പോയി അവരുടെ അടുത്തിരുന്നാലും ഇടിക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല. അതായിരുന്നു അവസ്ഥ. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അവരവിടെ ഇരിക്കുന്നത്. അതിനിടയ്ക്കാണ് വന്ന് ഇരുന്നിട്ട് കൈയും കാലം വെച്ചുകൊണ്ട് മര്യാദയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ ഇരുന്നോ എന്നുള്ളൊരു വർത്തമാനം. അപ്പൊ തന്നെ ഈ ലേഡി എന്തെന്നറിയോ, ചേട്ടാ വാ നമുക്ക് വേറെ ബസ്സിൽ പോവാം എന്ന് വെച്ചാൽ അതിന് മറുപടി ഇയാൾ പറഞ്ഞ്, അതിന് മറുപടി ആ സ്ത്രീ പറഞ്ഞ്, അങ്ങനെ അതത് കൂടിക്കൊണ്ടുവരും എന്നുള്ളൊരു ധാരണയിലായിരിക്കണം ആ ലേഡി ഈ ഹസ്ബൻഡിനെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് എന്നോട് പറയുകയാണ്, ഇതില് ഈ ലേഡി കൈകാലം വെച്ചുകൊണ്ട് വെറുതെ ഇരിക്കണമെന്ന് പറഞ്ഞ പാടെ ഈ ലേഡിയെ ചുറ്റിയിരിക്കുന്ന ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും ഒക്കെ ഇരിക്കുന്ന കുറെ സ്ത്രീകൾ അവരൊക്കെ ചിരിക്കുകയാണ്. ഈ സ്ത്രീ പറഞ്ഞതിനെക്കാട്ടിലും ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും ആ മനുഷ്യനോ അല്ലെങ്കിൽ ആ സ്ത്രീക്കോ, നോക്കി നിന്ന് എനിക്കോ ഹേർട്ട് ചെയ്തിട്ടുണ്ട് മറ്റുള്ളവരുടെ ചിരി. അല്ല, എനിക്ക് മനസ്സിലാവാത്തൊരു സംഭവം, ഇവരുടെയൊക്കെ ധാരണ എന്താണ് പുരുഷന്മാരെ കുറിച്ചിട്ട്? എന്താണ് ധാരണ? എന്താ ചിന്തിക്കുന്നത് ഇവരൊക്കെ? ആണുങ്ങൾ, ഇവർ കണ്ട ആണുങ്ങൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം എന്ന് പറഞ്ഞിട്ട് എല്ലാ ആണുങ്ങളും അങ്ങനെ ആവണമെന്നില്ലല്ലോ. ഭയങ്കര മോശമല്ലേ? എന്നിട്ട് ഇവർ എന്നെ നോക്കി, ഞാൻ മാത്രമേ നിൽക്കുന്നുള്ളൂ, വേറെ ആരും നിൽക്കുന്നില്ല. എന്നിട്ട് മറ്റുള്ളവരൊക്കെ കുറച്ചുകൂടി കൊച്ചു പ്രായക്കാരായിരുന്നു. അപ്പൊ ഈ അമ്മയ്ക്കാണെങ്കിൽ ഒരു 50 വയസ്സെങ്കിലും പ്രായം ഉണ്ടാവും. അങ്ങനെ അവരാണ് ഈ കപ്പലണ്ടിയും കുറച്ചുകൊണ്ട് ഈ സംസാരിക്കുന്നത്. ഇത്രയ്ക്കും അവരിരിക്കുന്ന സീറ്റിന്റെ മേളിൽ എഴുതിയിട്ടുണ്ട്, വൃദ്ധൻ, വയസ്സായ ആൾക്കാർക്കുള്ള സീറ്റാണെന്ന് മേളിൽ എഴുതിയിട്ടിട്ടുണ്ട്. അതായത് ആണുങ്ങൾക്ക് എന്നും പറഞ്ഞ് ഇവിടെ പ്രത്യേകം സീറ്റുകൾ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ പോലും പെണ്ണുങ്ങൾക്ക് എഴുതി വെച്ചിട്ടുണ്ട്, അതിലിരിക്കാം. അതല്ലെങ്കിൽ ഒരാണ് വന്നാൽ, ഇപ്പൊ നമ്മള് പെണ്ണുങ്ങൾ രണ്ടുപേര് കയറി വരുന്ന സമയത്ത് ഒറ്റ ആണായിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ മാറിക്കൊടുക്കും. നമ്മൾ എത്രയോ ആണുങ്ങൾ നമ്മൾ ചെയ്യാറുള്ളതാണ്. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു കരുണയൊന്നും ഇവിടെ മൈൻഡിലില്ല. ഇവര് എന്നെ നോക്കി ചോദിച്ചു, എടാ കുട്ടാ മര്യാദയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ എന്റെ അടുത്ത് നിന്നിരുന്നോ. ഇപ്പോഴും ചുറ്റി നിൽക്കുന്ന എല്ലാവരും ചിരിക്കുന്നുണ്ട്. എനിക്ക് ആ അവസ്ഥ എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണം, അതെങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഇവര് പറഞ്ഞ പാടെ ഓക്കെ മര്യാദയ്ക്ക് ഇരിക്കാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റില് ഞാൻ പോയിട്ട് അവരുടെ അടുത്തിരുന്നു. മറ്റുള്ളവർ ചിരിക്കുന്നുണ്ട്, ഞാനത് ചിരിച്ചു കടക്കണോ, അത് ഒരുമാതിരി എനിക്ക് മെന്റലി ഡിസ്റ്റർബ്ഡ് ആയി. ഞാൻ എന്നിട്ട്
എനിക്ക് ഇരിക്കാൻ പറ്റണില്ല. അവരുടെ ഇടയ്ക്ക് എനിക്ക് ഇരിക്കാൻ പറ്റണില്ല. എന്നിട്ടും അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. അവര് അങ്ങനെ അവരുടെ അപ്പുറത്തൊരു കവറോ എന്തോ സാധനങ്ങൾ ഇരിപ്പുണ്ട്, അതൊന്നും എടുത്ത് കയ്യിൽ വെക്കണില്ല. അവരങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ആ ബസ് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഫ്രണ്ടിൽ രണ്ടാണുങ്ങൾ ഇരുന്ന സീറ്റിൽ നിന്ന് ഒരാൺ എണീറ്റ് താഴേക്ക് ഇറങ്ങി. അപ്പൊ തന്നെ ഞാൻ എണീറ്റ് പോയി അവിടെ പോയിരുന്നു. ഇത് ഞാൻ ചോദിക്കാവുന്ന ഒറ്റ ചോദ്യമുള്ളൂ, ഇവരുടെ മാനസികാവസ്ഥ എന്താണ് ആണുങ്ങളെ കുറിച്ചിട്ട്? ആണുങ്ങളെ കുറിച്ചിട്ട് എന്താണ് ഇവരുടെ ധാരണ എന്താണ്? അപ്പം അതിൽ ചിലപ്പോൾ ഇവർ കണ്ട ആണുങ്ങളൊക്കെ ഇങ്ങനെ ആയതുകൊണ്ടാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ആണ് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. ഇതിന് വേണ്ടി ചിരിക്കാൻ അത്ര വലിയ കോമഡി ഒന്നും അല്ല ഈ സാധനം. ഇത്രയ്ക്ക് ചിരിക്കാൻ ഇതിൽ എന്താണുള്ളത്? ഞാൻ ഈ പറഞ്ഞ സാധനം ഞാനൊരു വീഡിയോ എടുക്കുകയോ ഒരു ഫോട്ടോ എടുക്കുകയോ ഒന്നും തന്നെ ഞാൻ ഇവിടെ ചെയ്തിട്ടില്ല. അപ്പൊ ഇതൊക്കെ സത്യമാണോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ സത്യമാണെന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റുള്ളൂ, അല്ലാതെ പ്രൂഫ് ഒന്നും എന്റെ കയ്യിലില്ല. അതേ സമയത്ത് നിങ്ങൾക്ക് പ്രൂഫ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഞാൻ ഈ പറയുന്ന ഒരു ന്യൂസ് ഇത് സത്യമാണ് എന്ന് നിങ്ങൾക്ക് ബോധിക്കണമെങ്കിൽ CCTV ഫുട്ടേജ് ഉണ്ടാവും ആ ബസ്സിൽ തന്നെ, അല്ലെങ്കിൽ ആ CCTV ആ വണ്ടിയിലെ ആൾക്കാർക്ക് ആർക്കെങ്കിലും ആണ് ഇത് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ CCTV ഫുട്ടേജ് ഉണ്ടാവും. ആ ബസ്സിലെ ഒരു ലേഡി കണ്ടക്ടർ ആയിരുന്നു, മെലിഞ്ഞിട്ട് ഒരു 35 വയസ്സോളം പ്രായം വരുന്ന ഒരു ചേച്ചിയായിരുന്നു കണ്ടക്ടർ. വെള്ളയാണി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ബസ്സായിരുന്നു. ഈ ഡ്രസ്സ് തന്നെയായിരുന്നു ഞാൻ ഇട്ടിരുന്നത്, യൂസ് ചെയ്തിരുന്നത് ഈ സെയിം ഷർട്ട് തന്നെയായിരുന്നു. എന്റെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്, മനസ്സിലല്ലേ? ഇതിന് എന്തെങ്കിലും ഒരു ഒരു എന്താ പറയാ എന്തെങ്കിലും തീരുമാനം എടുക്കണം ഇതൊക്കെ. അല്ലാതെ ഈ ആണുങ്ങളെ കുറിച്ചിട്ട് ഇവരുടെ മൈൻഡ് സെറ്റ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താണ് നാളെ ആണുങ്ങളുടെ അവസ്ഥ? പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണോ? മനസ്സിലാവുള്ള കേട്ടാ. ഇതിനൊരു ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കഴിവതും ആണുങ്ങള് ദയവിതൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കണം. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കണം. 4 പേർ കാണട്ടെ, അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയട്ടെ. അല്ലാതെ ഈ പെണ്ണുങ്ങള് ആണുങ്ങളെ കുറിച്ച് ഇത്ര പുച്ഛിക്കുകയും ഒരാള് പുച്ഛിക്കുമ്പോൾ 4 പേര് ചേർന്ന് ചിരിച്ചു പുച്ഛിക്കുകയും എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാവണില്ല. പ്ലീസ് ഈ വീഡിയോ ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ തുറന്നു പറയുക. ആണുങ്ങൾക്കും കുറെ ആൾക്കാരുണ്ടെന്നുള്ള ആൾക്കാർ കാണട്ടെ അല്ലേ? താങ്ക് യു.